അശോകൻ സർ. കോവലം ട്രിപ്പിളിന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? എന്താ സർ അന്തം വിട്ടുപോയത്? മനസ്സിലായില്ലേ? ഞാൻ കിരൺ, ഇത് രൂപ. കോവളമൊക്കെ മടുത്തു. ഞങ്ങൾ നാളെ ദുബായിക്ക് പോവാ. 10 ലക്ഷം രൂപയുണ്ടല്ലോ. അപ്പൊ സാറേ, സി യു, ബൈ. മിസ്റ്റർ അശോകൻ ആരാ? അയാളുണ്ടെങ്കിൽ വിളിക്കേ. അത് അശോകേട്ടന് നല്ല സുഖം. അല്ല, അശോക് ഞാൻ മാറ്റി കൊടുക്കാം. വിളിക്കണേ. ആ, ഇപ്പൊ സുഖം ഇല്ലല്ലേ? ടിവിയും ഫ്രിഡ്ജും AC മുറിയും ഒക്കെ ആയിട്ട് സുഖമായിരുന്നല്ലോ അല്ലേ? അതൊക്കെ ഇന്നത്തോടെ അവസാനിക്കും. മനസ്സിലായില്ലേ? ഭാര്യയും മക്കളെയൊക്കെ വിളിച്ചോണ്ട് വൈകുന്നേരത്തിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിക്കോണം. അതാ കമ്പനിയുടെ തീരുമാനം. എന്താ പ്രശ്നം? പെട്ടെന്ന് ഇങ്ങനെ എഗ്രിമെന്റ് വലിച്ചു കയറിയത് പെട്ടെന്നായിരുന്നല്ലോ. 2.5 കോടി വേണോന്ന് പറഞ്ഞതും പെട്ടെന്നായിരുന്നു. എന്നാ പിന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നത് പെട്ടെന്നായിക്കോട്ടെന്ന് കമ്പനി അങ്ങ് തീരുമാനിച്ചു. ഞാൻ രജിസ്റ്റർ ചെയ്ത് തരാം. ആദ്യം ഇവിടുന്ന് ഇറങ്ങും. വേറെ സ്ഥലം കിട്ടാതെ എങ്ങനെ ഇറങ്ങും? വൈകുന്നേരത്തിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ എല്ലാത്തിനും എടുത്ത് റോഡിലേക്ക് എറിയും. ഓക്കെ? ഹലോ സാർ, ഗുഡ് മോർണിംഗ്. വില്ല ഒഴിയാൻ പറഞ്ഞു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടേ? അശോക് സാറ് കോവളത്ത് പോയില്ലേ? ആ, ഹായ് പ്രേം. ഇവരിവിടെ? അപ്പൊ ഓക്കെ ബഡി, ലെറ്റ് us push off. എടി, എന്റെ പൈസ എടുക്കടി. എന്താ സാർ കാണിക്കുന്നത്? എന്നെ നുണ പറഞ്ഞ് പറ്റിച്ച് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത പെരും കള്ളിയായി ഇവള്. സാർ, ഇതൊരു ഓഫീസാണ്. നിങ്ങളുടെ ടിക്കറ്റ്. സീ യു ഇൻ ദുബായ്. ബൈ. എന്റെ പണം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച കാശായിരുന്നു അത്. എന്റെ കാശ്. കൂൾ ഡൗൺ സാർ, എല്ലാ കാര്യവും നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. പ്ലീസ് കം സാർ. Call me next week. Okay? എന്തൊക്കെയാണ് അശോക് ജി? ചെയർമാന്റെ കസേരയിൽ എന്നെ കാണുമ്പോൾ കാര്യങ്ങളൊക്കെ തനിക്ക് പിടികിട്ടി കാണുമല്ലോ അല്ലേ? ഞങ്ങളെ ഇട്ട് കുറെ വെള്ളം കുടിപ്പിച്ചെങ്കിലും അവസാനം രജിസ്ട്രേഷൻ നടത്തി തന്നതിൽ താങ്ക്സ്. രജിസ്ട്രേഷനോ? യെസ്, ജസ്റ്റ് എ മിനിറ്റ്. അശോക, ഞാനിന്ന് 10 ലക്ഷം രൂപ കടം തന്നപ്പോൾ താൻ കുറേ പേപ്പറുകൾ വായിച്ചു നോക്കാതെ ഒപ്പിട്ട് തന്നില്ലേ? അതൊക്കെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് തന്നെയായിരുന്നു.
കൂടെ ഉണ്ടായിരുന്നത് രജിസ്ട്രാറും എൻ്റെ നോട്ടറിയും ഒക്കെയാണ്. പിന്നെ നമ്മുടെ ആ പെൺകുട്ടി രൂപ. രൂപയും കിരണും ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫ് തന്നെയാണ് ദുബായിൽ. പിന്നെ പശു, കൃഷി, അതൊക്കെ നാടകത്തിലെ ചില പ്രോപ്പർട്ടീസ് ആണെന്ന് കണക്കാക്കിയാൽ മതി. ആ, Everything is okay. ഇയാളുടെ പുരയിടത്തിന്റെ പോക്കുവരവും നടത്തി കരവും അടച്ചു. ഈസ് ഇറ്റ്? യാ ആ. ഒട്ടും മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് അശോകൻ ഞങ്ങളോട് പെരുമാറിയത്. ഞങ്ങൾ നേരായ വഴിക്ക് വന്നപ്പോൾ അശോകൻ വളഞ്ഞ വഴിക്ക് പോയി. അശോകൻ മാത്രം ബുദ്ധിയുള്ള ഒരാൾ, ബാക്കിയുള്ളവരൊക്കെ വിഡ്ഢികൾ. ചില്ലറ ബുദ്ധിയൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് വിചാരിക്കണം അശോക. അവനവന്റെ പ്രവൃത്തിയുടെ ഫലം അവനവൻ അനുഭവിക്കും. കേട്ടിട്ടില്ലേ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതുകൊണ്ട് അനുഭവിച്ചോ. ചേട്ടന്റെ പത്തി താണുപോയതിൽ ഒരു അത്ഭുതവുമില്ല. പക്ഷെ ആദ്യം ഓഫർ ചെയ്ത പണം പിന്നീട് ഓനച്ചൻ എനിക്ക് തന്നു. അത് വെച്ച് ശാന്തമായ ഒരു ജീവിതത്തിന്റെ അടിത്തറ ഞാൻ ഉണ്ടാക്കി. വെരി ഗുഡ്. അപ്പൊ ഓനച്ചനാളൊരു മാന്യൻ തന്നെയാണല്ലേ? 2-3 വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ ഓനച്ചൻ എന്നെ വിളിച്ചു. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഇന്ന് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. ഓ, അങ്ങേരെ കാണാൻ പോവാണോ? അതെ. സർ വരണം സർ. ഇരിക്കൂ സർ. ഓ, ചെയർമാൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഈവനിങ് ആകും. ഇരിക്കാൻ പറഞ്ഞു. സാറിന്ന് വരുന്നുണ്ടെന്ന് അറിഞ്ഞു. ഒന്ന് കാണാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നതാ. അവിടെ വന്ന് കാണാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. മറ്റു ചിലർ എഴുതി ഉണ്ടാക്കിയ നാടകത്തിലെ കഥാപാത്രമായിരുന്നെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ ശരിക്കും വിഷമം തോന്നി. അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്. എനിക്ക് മാപ്പ് തരണം. നിങ്ങളോടൊക്കെ എനിക്ക് കടപ്പാട് മാത്രമേ ഉള്ളൂ. ചില്ലറ തിരിച്ചറിവൊന്നുമല്ലല്ലോ നിങ്ങൾ എനിക്ക് തന്നത്. എന്നാലും എൻ്റെ മനസ്സമാധാനത്തിന് ക്ഷമിച്ചു എന്നൊന്ന് പറ. ക്ഷമിച്ചു.